അത് നിന്റെ കുഴപ്പമല്ല, പെണ്ണെന്ന് പറയുന്ന ജാതിയുടെ കുഴപ്പമാണ്. മിഥുനത്തിൽ മോഹൻലാലിന്റെ സേതുമാധവൻ എന്ന കഥാപാത്രം തന്റെ ഭാര്യയായ സുലോചനയോട് പറയുന്ന ഡയലോഗാണിത്. തന്റെ പിറന്നാൾ മറന്നതിന് സുലോചന സേതുമാധവനോട് സങ്കടം പറയുമ്പോഴാണ് സിനിമയിൽ ഈ ഡയലോഗ് ഉള്ളത്. ഇവിടെ സംവിധായകൻ പ്രിയദർശനും തിരക്കഥാകൃത്ത് ശ്രീനിവാസനും സ്ത്രീ സമൂഹത്തെ തന്നെ അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണെന്നല്ലേ, തന്റെ ഭർത്താവിൽ മാത്രം ലോകം ഒതുക്കി ജീവിക്കുന്ന ഒരു സ്ത്രീ അവളുടെ ചെറിയൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതിന്. സിനിമയിൽ ഉർവശിയുടെ സുലോചന ഒരു ഉട്ടോപ്പിയയിലാണ് ജീവിക്കുന്നത്. അത് അവൾ സ്വന്തമായി ഉണ്ടാക്കിയതല്ല, മറിച്ച് സേതുമാധവൻ തന്നെ അവളെ പ്രണയിച്ച കാലത്ത് ഉണ്ടാക്കിക്കൊടുത്ത ലോകമാണ്. സുലുവിനെ സംബന്ധിച്ച് അവളുടെ ലോകവും ആഗ്രഹങ്ങളും എല്ലാം വളരെ ചെറുതാണ്. സേതുവേട്ടൻ അപ്പുറത്തേക്ക് അവൾക്കൊന്നുമില്ല. സേതുവിനാണെങ്കിൽ കുടുംബ പ്രശ്നങ്ങളും അതോടൊപ്പം തന്റെ ബിസ്ക്കറ്റ് കമ്പനി നടത്തുന്നതിന്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. സിനിമയിലുടനീളം മോഹൻലാലിന്റെ സേതു കിടന്ന് നെട്ടോട്ടം ഓടുകയാണ്. നമുക്ക് സഹതാപം തോന്നും വിധമാണ് അയാളുടെ ജീവിത സാഹചര്യങ്ങൾ. അപ്പോഴാണ് അയാളുടെ ഭാര്യ അയാളെ മനസ്സിലാക്കാതെ പെരുമാറുന്നത്. സിനിമ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ സുലോചനയോട് പ്രേക്ഷകന് ദേഷ്യം തോന്നാം. അതിന് കാരണം കേന്ദ്ര കഥാപാത്രമായ സേതുവിനോട് നമുക്കൊരു സിമ്പതി തോന്നുന്നത് കൊണ്ടാണ്. അയാളുടെ അവസ്ഥയിൽ പ്രേക്ഷകൻ അറിയാതെ അയാൾക്കൊപ്പമായി പോകുന്നത് കൊണ്ടാണ്. പുരുഷന്മാരുടെ ജീവിത പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാൻ കെൽപ്പില്ലാത്ത സ്വാർത്ഥരാണ് സ്ത്രീകൾ എന്ന സന്ദേശമാണ് മിഥുനത്തിലൂടെ പ്രിയദർശനും ശ്രീനിവാസനും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് ഉർവശിയുടെ സുലോചനയിലൂടെ വളരെ തന്ത്രപൂർവ്വം തന്നെ ഇരുവരും പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. സുലോചനയെ ആദ്യമായി സിനിമയിൽ കാണിക്കുന്നത് തന്നെ സേതുവേട്ടന്റെ കത്തിനായി തന്റെ സുഹൃത്ത് ശ്യാമയെ കാത്തു നിൽക്കുന്നതായാണ്. എന്നാൽ സുലോചനയ്ക്ക് അന്നും സേതുവിന്റെ കത്തില്ലായിരുന്നു. പക്ഷേ അപ്പോഴും സേതുവേട്ടൻ തിരക്കായതുകൊണ്ടായിരിക്കും കത്ത് അയക്കാത്തതെന്ന് അവൾ ആശ്വസിക്കുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം സേതു സുലോചനയെ കാണാൻ അവളുടെ വീട്ടിലെത്തുമ്പോഴും അവൾ പരിഭവം പറയുന്നുണ്ടെങ്കിലും സന്തോഷത്തോടെയാണ് സേതുവേട്ടനെ അവൾ സ്വീകരിക്കുന്നത്. ഒടുവിൽ ഇരുവരും ഒളിച്ചോടി പോകുമ്പോഴാണെങ്കിലും സുലോചന ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ടൊന്നുമല്ല. പക്ഷെ സിനിമയിലുടനീളം സുലോചന തന്റെ ആഗ്രഹങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീയായാണ് കാണിച്ചിരിക്കുന്നത്. സേതുവേട്ടൻ പണ്ട് എഴുതിയ കത്തുകളെല്ലാം ഇന്നും അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിലെ ഓരോ വാക്കുകളും അവൾക്ക് മനഃപ്പാഠമാണ്. കാരണം അതൊരു 1000 തവണയെങ്കിലും സുലു വായിച്ചിട്ടുണ്ടാകും. വിവാഹശേഷം സേതുമാധവനോടൊപ്പം ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സുലുവിന്റെ മനസ്സ് മുഴുവൻ അയാൾ അവളോട് കത്തുകളിലൂടെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അവൾ അയാളെയും അയാളുടെ വാക്കുകളെയും അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രാരാബ്ദങ്ങളാൽ കിടന്ന് നെട്ടോട്ടം ഓടുന്ന സേതുവിനെവിടെ ഇതിനെല്ലാം നേരം? അത് മനസ്സിലാക്കി പെരുമാറേണ്ടവളാണല്ലോ ഭാര്യ. എന്നാൽ സുലോചന ഇവിടെ അവളുടെ ആഗ്രഹങ്ങൾ ഏത് വിധേനയും നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾക്ക് പ്രധാനം അവളുടെ ഉട്ടോപ്യൻ ലോകമാണ്. ആ ബബിളിൽ നിന്ന് പുറത്തു കടക്കാൻ അവൾ തയ്യാറല്ല. ഇങ്ങനെയാണ് സംവിധായകൻ സിനിമയിൽ സുലോചനയെ പോർട്രേ ചെയ്തിരിക്കുന്നത്. എന്നാൽ സുലോചന അത്രയ്ക്ക് മോശം സ്ത്രീയാണോ? അവളുടെ ലോകം സേതു മാത്രമാണ്. അപ്പോൾ അയാൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവൾ കൂടെ നിൽക്കാതിരിക്കുമോ? സിനിമയിൽ ഒരു തവണ മാത്രമാണ് സേതു തന്റെ പ്രശ്നം സുലോചനയോട് തുറന്നു പറയുന്നത്. പെങ്ങളുടെ വിവാഹത്തിന് പണം ആവശ്യമായി വന്നപ്പോൾ സുലോചന സന്തോഷത്തോടെ തന്നെ അവളുടെ ആഭരണങ്ങളെല്ലാം സേതുവിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും തനിക്ക് ഫാക്ടറിയിൽ പ്രശ്നമുണ്ടെന്നും താൻ കടത്തിലാണെന്നും അയാൾ സുലുവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ സേതു സുലോചനയോട് ഒരിക്കലെങ്കിലും തുറന്നു സംസാരിച്ചിരുന്നുവെങ്കിൽ അവൾ അയാളെ മനസ്സിലാക്കി ഒപ്പം നിന്നേനെ. എന്നാൽ സ്ത്രീകൾക്ക് അതൊന്നും മനസ്സിലാകില്ലെന്ന ആറ്റിറ്റ്യൂഡാണ് സിനിമയിലുടനീളം സേതുമാധവനുള്ളത്. കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്നാൽ റെസ്പോൺസിബിലിറ്റി തീർന്നു എന്ന ചിന്തയാണ് അയാൾക്കുള്ളത്. പിന്നെ എന്ത് വന്നാലും എല്ലാം സഹിച്ചു നിൽക്കണം. ആഗ്രഹങ്ങൾ അടക്കി പിടിച്ച് ഭർത്താവിന്റെ പ്രശ്നങ്ങൾ അയാൾ പറയാതെ തന്നെ മനസ്സിലാക്കി പെരുമാറുന്ന ഭാര്യ ആയിരിക്കണം ഓരോ സ്ത്രീകളും എന്ന തരത്തിലാണ് മിഥുനത്തിലുടനീളം ഇവരുടെ ബന്ധത്തെ പ്രിയദർശനും ശ്രീനിവാസനും കാണിച്ചിരിക്കുന്നത്. ഏതൊരു ബന്ധത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് കമ്മ്യൂണിക്കേഷനാണ്. അത് സേതുവിനും സുലുവിനും ഇടയിൽ വിവാഹം കഴിക്കുന്നത് മുൻപ് വരെ ഉണ്ടായിരുന്നു. പിന്നെ വേണ്ടത് ഇന്റിമസിയാണ്. അതും കത്തുകളിലൂടെയും നേരിട്ട് കാണുമ്പോഴുമെല്ലാം അവർക്കിടയിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. എന്നാൽ വിവാഹം കഴിഞ്ഞതും സേതുവിന് അതെല്ലാം മാറി. പക്ഷേ സുലു അപ്പോഴും ആ പഴയ സുലുവായി തന്നെ നിൽക്കുകയാണ്. വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സേതുവിനും സുലുവിനും ഇടയിൽ ഇല്ലാതെ പോയതും അത് തന്നെയാണ്. എന്നാൽ സിനിമ കാണുമ്പോൾ അത് സുലുവിന്റെ സ്വാർത്ഥതയായി മാത്രമാണ് പ്രേക്ഷകന് തോന്നുന്നത്. സത്യത്തിൽ ഉർവശിയുടെ സുലോചന എന്താണ് ജീവിതത്തിൽ നിന്നും ആഗ്രഹിച്ചത്? തന്റെ ഭർത്താവിൽ നിന്ന് കുറച്ച് സ്നേഹം, വിവാഹശേഷം ഒരു ഹണിമൂൺ ട്രിപ്പ്, ഭർത്താവിനൊപ്പം അല്പം പ്രൈവസി, പിന്നെ പിറന്നാളിനും മറ്റും ഭർത്താവിനൊപ്പം പുറത്തു പോവുകയോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ വേണം. ഇതൊക്കെ സാധാരണ ഒരു മനുഷ്യന് തോന്നുന്ന ആഗ്രഹങ്ങളല്ലേ? എന്നാൽ അതെല്ലാം പ്രേക്ഷകന് കൊടും കുറ്റമായാണ് തോന്നുക. ഉർവശിയുടെ സുലോചന ശരിക്കും റൊമാൻറ്റിക് ആണ്. അവൾ എപ്പോഴും അയാളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും അവൾ അയാളെ വെറുക്കുന്നില്ല. തീർച്ചയായും അവൾ അയാൾ കാരണം വേദനിക്കുന്നുണ്ട് പലതവണ. പക്ഷേ എന്നാലും അവൾ അയാളെ പ്രണയിക്കുന്നത് തുടരുന്നു.
അതുകൊണ്ട് തന്നെയാണല്ലോ തന്നെ എത്രത്തോളം ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടും അവൾ അയാളെ വിട്ടു പോകാതിരിക്കുന്നത്. ആ വീട് വിട്ട് അവൾ പുറത്തിറങ്ങുന്നത് ഒരിക്കൽ മാത്രമാണ്. അത് അയാൾ അവളെ തല്ലിയപ്പോൾ മാത്രം. പക്ഷേ അവൾ കുറച്ച് സമാധാനം കിട്ടാനാണ് പുറത്തു പോയത്. എന്നാൽ അതും അവിടെ കുറ്റമായാണ് സേതു പറയുന്നത്. സിനിമയുടെ അവസാനം വരെ സേതു അവളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സുലോചനയുമായി വേർപിരിയാൻ പോവുകയാണെന്ന പ്രതീതി ഉണ്ടാക്കിയാണ് സേതു അവളെ കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുന്നത്. എന്നാൽ സിനിമയുടെ അവസാനം അവർ ഊട്ടിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴും അവിടെ പ്രിയദർശനും ശ്രീനിവാസനും പറയാൻ ശ്രമിക്കുന്നത് അത്രയെല്ലാം സുലോചന ചെയ്തിട്ടും അവളെ സേതു ഉപേക്ഷിക്കുന്നില്ല എന്നാണ്. എത്ര മാന്യനായ സേതു അല്ലേ! ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ പുണ്യം ചെയ്യണം. എന്നാൽ അയാൾ അവൾക്ക് പെട്ടെന്ന് അറ്റൻഷൻ കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കാം? മറ്റൊന്നുമല്ല, അയാളുടെ ബിസ്ക്കറ്റ് കമ്പനി അവസാനം ആരംഭിക്കുന്നുണ്ട്. സിനിമയിൽ തന്നെ ബിസിനസ് ആരംഭിക്കുമ്പോൾ പോലും അയാൾ സുലുവിനെ അതിന് വിളിക്കുന്നില്ല. അത്രയ്ക്ക് അന്യയായാണ് അയാൾ സുലുവിനെ കണ്ടിട്ടുള്ളത് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്നിട്ട് അവസാനം പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ എന്നാൽ പിന്നെ ഭാര്യയുടെ പിണക്കം കൂടി മാറ്റിയേക്കാമെന്ന ആറ്റിറ്റ്യൂഡിലാണ് അയാൾ അവളെ കൊണ്ട് യാത്ര പോകുന്നത്. അല്ലാതെ സുലുവിന്റെ വേദനയും ആഗ്രഹങ്ങളും അയാൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ? ഇനിയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സേതു അത് സുലുവിനോട് ഷെയർ ചെയ്യുമോ? എന്തായാലും സുലു അവൾക്ക് സേതുവേട്ടനുമായുള്ള അഗാധ പ്രണയത്തിൽ വിശ്വസിച്ച് ജീവിതം തുടരുകയാണ്. ഒരു പക്ഷേ ഈ ജീവിതകാലം മുഴുവൻ.